2011 1 മില്യൺ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി. ഇപ്പം ഞാൻ സണ്ണിച്ചായനോട് ഡിഫർ ചെയ്യുന്ന ഒരു കാര്യം, സണ്ണിച്ചായന് ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി സാറുമായിട്ട് സംസാരിക്കാൻ സ്വാതന്ത്ര്യവും അടുപ്പവും, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടായത്. ഞാനൊക്കെ അത്ഭുതപ്പെട്ടതാണ്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പുള്ളി പറയുമ്പോൾ സാറിൻ്റെ ഒരു സ്വഭാവം വെച്ച് ഒരു കാരണവശാലും ഇത് നടക്കത്തില്ല. കാരണം പുള്ളിയെ പിടിച്ച് അരമണിക്കൂർ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് വേണമല്ലോ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. കാരണം ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 59 മുതൽ അദ്ദേഹം തീരെ അവശനായി ആശുപത്രിയിലാകുന്നത് വരെയുള്ള ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രമാണ്. ഇതൊരു റെഫറൻസ് ബുക്കാണ് കാലം സാക്ഷി. ഓരോ കാലത്തെയും ദേശീയ തെരഞ്ഞെടുപ്പ്, അവിടെയുണ്ടായ മുന്നണികൾ, ആ മുന്നണികളെ തകരുന്നത്, കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. ഇപ്പോൾ അതിൽ തന്നെ എനിക്ക് രസമായിട്ടൊരു സംഭവം, എനിക്ക് അതൊരു പുള്ളിയുടെ കൂടെ നടന്നിട്ടെങ്കിൽ പുള്ളി പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഈ പുസ്തകത്തിൽ വായിച്ചപ്പോഴാണ്. 80 കോൺഗ്രസ് യു ആയിട്ട് നയനാർ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്ത് ഇങ്ങനെ പോവുകയാണ്, ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ആണ് ഈ കരുണാകരനുമായി ഉമ്മൻചാണ്ടിയുടെ ഒരു രഹസ്യ കൂടിക്കാഴ്ച. ഉമ്മൻചാണ്ടിയോട് അത് ചോദിക്കുന്നത് MK നാരായണനാണ്, ലീഡറെ ഒന്ന് കണ്ടുകൂടെ. അപ്പോൾ ലീഡറുമായിട്ട് വിരുദ്ധ ധ്രുവത്തിൽ നിൽക്കുകയാണ്. ഇവർ ഇടതുപക്ഷ മുന്നണിയിലാണ്, ആൻ്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും PC ചാക്കോയും ഒക്കെ, കോൺഗ്രസ് യു. അപ്പോൾ MK നാരായണൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അജിത് ഡോവലായിരുന്നയാളാണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അന്ന് അദ്ദേഹം IB-യിലെ ഉദ്യോഗസ്ഥനാണ്, IB-യുടെ ചീഫായിരുന്നു പുള്ളി. മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ NSA ആയത്. അപ്പോൾ അദ്ദേഹം വന്ന് ചോദിക്കുകയാണ് ഉമ്മൻചാണ്ടിക്ക് കരുണാകരനുമായിട്ട് ഒന്ന് കണ്ടുകൂടെ. അപ്പോൾ അദ്ദേഹം പറയുന്നു ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആൻ്റണിയുമായിട്ട് അനുവാദം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം മൊത്തം പരിശോധിച്ചാലും മനസ്സിലാക്കുന്ന കാര്യം രഹസ്യങ്ങളുണ്ടായിരിക്കാം. പുള്ളിക്ക് ആൻ്റണിയെ മറച്ചു വെച്ചൊരു രഹസ്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയമാണ്. കാരണം ഈ കാര്യത്തിലും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, ആൻ്റണിയോട് ചോദിക്കുന്നു, ആൻ്റണി അനുവാദം കൊടുക്കുന്നു. അപ്പോൾ വഴുതക്കാട്ട് ആകാശവാണിയുടെ അടുത്തൊരു വാടക വീട്ടിലാണ് പുള്ളി താമസിക്കുന്നത്, ഇപ്പോഴത്തെ ജഗതിയിലെ വീട്ടിലല്ല. അപ്പോൾ അവിടെ ഒരു കാറ് വരുന്നു, കരുണാകരൻ്റെ കാറല്ല, ഉമ്മൻചാണ്ടി ഉപയോഗിക്കുന്ന കാർ ഉപയോഗിച്ചില്ല, വേറൊരു കാറ്. അതിൽ വഴുതക്കാട്ട് തന്നെയുള്ളൊരു വീട്, ഒരു പൊതു സ്ഥലം തീരുമാനിക്കുന്നു. അവിടേക്ക് ഇദ്ദേഹം ഈ കാറിൽ കയറി അവിടെ പോയി ഇറങ്ങുന്നു. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് പുസ്തകത്തിൽ എഴുതിയപ്പോഴാണ് അന്നത്തെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അറിയരുതെന്ന് നിർബന്ധമുണ്ട് ഈ കൂടിക്കാഴ്ച. അതുകൊണ്ട് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഒരു തൊപ്പി വെച്ചാണ് ഈ കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് കയറുന്നത്. അപ്പോൾ പുള്ളി ഈ തൊപ്പിയൊക്കെ വെച്ച് പോകുന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. തൊപ്പി വെച്ച് പുള്ളി ഇങ്ങനെ പോകുന്നു. ഈ കാറ് തന്നെ തിരിച്ച് ഉള്ളൂരിൽ അന്ന് ലീഡർ താമസിക്കുന്ന ഉള്ളൂരാണ്, അദ്ദേഹത്തിന് അവിടെ നിന്ന് ലീഡറെ കൂട്ടിക്കൊണ്ട് വരുന്നു. ഇവിടെ ഇരുന്ന് ഇവർ സംസാരിക്കുന്നു. രണ്ടുപേർക്കും പരസ്പരം ഒരുപാട് ഗൗരവമുള്ള ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളെക്കുറിച്ചായതുകൊണ്ട് വിട്ടു പറയുന്നില്ല, എന്നാലും സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നു. നല്ലത് വരും എന്ന് കരുതി. അപ്പോഴേക്കും സംഭവിക്കുന്നത്, സാറിൻ്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല പുള്ളിക്കാരൻ പോയത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഭാര്യ എല്ലാവരും വിളിച്ചന്വേഷിക്കുകയാണ് ഉമ്മൻചാണ്ടി എവിടെയാണ്. അപ്പോൾ അവർക്കാർക്കും അറിയത്തില്ല. 4 മന്ത്രിമാരുണ്ട് കോൺഗ്രസ് യുവിൻ്റെ, 4 പേരുടെ ഓഫീസിൽ വിളിച്ചു, അവർക്കാർക്കും അറിയത്തില്ല ഉമ്മൻചാണ്ടി എവിടെയാണെന്ന്. പിന്നെ ഈ മന്ത്രിമാരെ നേരിട്ട് വിളിച്ചു, ആര്യാടനെയും ചാക്കോയൊക്കെ വിളിച്ചു, അവർക്കും അറിയത്തില്ല ഉമ്മൻചാണ്ടി എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് 2-3 മണിക്കൂർ കൂടിക്കാഴ്ച കഴിഞ്ഞ് ഈ കാറിൽ ആദ്യം ലീഡറെ കൊണ്ട് ഉള്ളൂർ വിട്ട് ആ കാറ് തിരിച്ചു വന്ന് ആ കാറിലാണ് വഴുതക്കാട്ട് പുള്ളി കൊണ്ടുവിടുന്നത്. ഏറ്റവും വിശ്വാസമുള്ള ഒരു ഡ്രൈവറെയാണ് അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഭാര്യ ആകെ ഇതിരിക്കുകയാണ്. അപ്പോഴാണ് പുള്ളി വീട്ടിലേക്ക് വന്ന് കയറുന്നത്. അങ്ങനെ 3 മണിക്കൂർ ഉമ്മൻചാണ്ടി കേരളത്തിൽ മിസ്സിംഗ് ആയ ഒരു സംഭവം ഈ കാലം സാക്ഷിയിൽ. അത് പിന്നീട് 80-ലെ മന്ത്രിസഭയിൽ നിന്നും ഈ കോൺഗ്രസ് യു പുറത്തു വരുന്നതും മന്ത്രിസഭ DCC ഓഫീസിലെ CPM അക്രമവും ഒക്കെ, അത് പിന്നെ ബാക്കി കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ 59 മുതൽ ഈ മരിക്കണതിന് 6 മാസം മുമ്പ് വരെയുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം. ഇതൊരു വലിയ റെഫറൻസ് ബുക്കാണ്. അപ്പം ഞാൻ ഒരു കാരണവശാലും ഉമ്മൻചാണ്ടി എങ്ങനെ ഇതിന് ഇരുന്ന് കൊടുത്തു, എങ്ങനെ ഇത് ശേഖരിച്ചു, അതെനിക്ക് സണ്ണിച്ചായനായിരിക്കും പറയാൻ പറ്റും, എനിക്കറിയില്ല. ഞാൻ ഇത് നടക്കത്തില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരാളാണ്.